സഹോദരന്മാരെ, ഇന്നലെ ഒരു വാർത്ത വന്ന്, അത് നിങ്ങളെല്ലാം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവൂ എന്ന് വിചാരിക്കുന്നു. എന്നാണ് വാർത്ത? ഇദ്ദേഹത്തെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ടാകുന്ന വ്യക്തിയാണ്, പലപ്പോഴും TV ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് മുസ്തഫ വാഫി അല്ല, മുസ്തവാഫി എന്നാണ് പേര്. ഏതായാലും ഇരിക്കട്ടെ, നിങ്ങൾക്ക് ആളെ മനസ്സിലായല്ലോ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. ഇദ്ദേഹത്തെ കോടതി ശിക്ഷിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. എന്നാൽ ഈ കോടതി ശിക്ഷിച്ചത് മറ്റു വല്ല കേസിനൊന്നുമല്ല, വേറെ ഏതെങ്കിലും ബലാത്സംഗ കേസിലാ, അല്ലെങ്കിൽ പീഡന കേസിലാ, അല്ലെങ്കിൽ മദ്യമയക്കുമരുന്ന് കേസിലാ, അല്ലെങ്കിൽ വേറെ ഏതും കൊലപാതക കേസിലാ, അല്ലെങ്കിൽ കൊലപാതക ശ്രമക്കേസിലാ, അങ്ങനത്തെ ഒന്നുമല്ല. ഒരു ചെക്ക് കേസിലാണ് ഇദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചത്. ആ ചെക്ക് കേസിന് ആസ്പദമായ സംഭവം, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രത്തിൽ പരസ്യം കൊടുത്ത്, ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പരസ്യം കൊടുത്ത്, എന്നിട്ട് ചെക്ക് കൊടുത്ത്, ആ ചെക്കിലൊക്കെ പൈസയില്ല, ചെക്ക് മടങ്ങി. അങ്ങനെ ഈ മാധ്യമത്തിന്റെ മാനേജ്മെന്റ് കൊടുത്ത കേസാണ്. അതിലാണ് ഇന്നലെ കോടതി വിധി പറഞ്ഞത്. കീഴ്ക്കോടതിയാണ് വിധി പറഞ്ഞത്. എന്നാ കോടതി വിധി പറഞ്ഞേ? ആ കോടതി കഴിയുന്നവരെ എത്രയോ മണിക്കൂർ കോടതിയിൽ നിൽക്കുക. എന്നിട്ട് 15 ലക്ഷത്തിൽ ചില ഉറുപ്പ്യ ഇവർക്ക് കൊടുക്കുക. ആർക്ക്? ഈ മാധ്യമത്തിന്റെ അവർക്ക് കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ ആ പൈസ കൊടുക്കുന്നില്ലെങ്കിൽ 6 മാസം തടവ് ശിക്ഷ അനുഭവിക്കുക. ഇങ്ങനെയാണ് ആ കോടതി വിധി. എന്നാൽ ഈ വാർത്ത മാധ്യമം അല്ലെങ്കിൽ മീഡിയ വൺ ആവേശത്തിൽ കൊടുക്കുമല്ലോ, അവർ കേസ് കൊടുത്ത് അവരെ കേസാണല്ലോ, അവർ ആവേശത്തിൽ കൊടുക്കുന്നു. എന്നാൽ ആ കേസ് ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് പലരും പല രൂപത്തിൽ പ്രചരിപ്പിക്കുക. ഇദ്ദേഹം ഒരു AP-കാരനാണ്, കാന്തപുരം വിഭാഗം സമസ്തയുടെ വലിയൊരു നേതാവാണ്, അതേപോലെ ആ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പെട്ടിയ ആൾക്കാരാണ്, ആ സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നെല്ലാം പറഞ്ഞാണ് ഇദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. എന്നാൽ എനക്ക് പറയാനുള്ളത്, അത് ഇവർ സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ഒരു തലക്കെട്ട് കെട്ടിയ ഒരു ഉസ്താദ് എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യും, കാന്തപുരം വിഭാഗമായി കഴിഞ്ഞ് അപ്പോൾ അങ്ങ് തീരുമാനിക്കും. അത് അങ്ങനെയാണ്. ഇപ്പം അന്ന പിന്നെ ആക്കാൻ ബാക്കിയൊന്നുമില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഇവർ. കാരണം മറ്റേ ആ കാക്കയില്ലേ, ഏത് മരണത്തിന്റെ വക്കുന്ന് എണീറ്റ് വന്ന് ബസ് സ്റ്റാൻഡിലെ കാക്ക, അതേ AP-കാരനാക്കി. എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. പിന്നെ മറ്റു പലരും എന്നെ സംഖ്യയാക്കുന്നുണ്ട്, കൊങ്ങിയാക്കുന്നുണ്ട്, കമ്മിയാക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സമാധാനമുള്ള ആ ഒരു ലീഗുകാരനാണ് ഇതുവരെ ആക്കിയിട്ടില്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിന് ശുക്ർ. എന്നാൽ ഇദ്ദേഹത്തിന് സംഘടനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. AP വിഭാഗം സംഘടനയായിട്ട് ഇദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. അത് ഇന്ന് ഈ സംഭവം ആയതിനു ശേഷം മാത്രമല്ല, പണ്ടേ അന്ന് പാനൂർ മേഖലയിലുള്ള സംഘടനാ നേതാക്കന്മാർ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പാണ് ഇവിടെ ഞാൻ വെക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് വായിച്ചാൽ മതി. ഇദ്ദേഹവുമായിട്ട് സംഘടനയോ പരമായിട്ട് ഒരു ബന്ധമില്ല എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. ഇന്നൊന്നുമല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് പത്രക്കട്ടിങ്ങാണേ. ഇതിപ്പം ഇയാൾ ഇവനെ ശിക്ഷിച്ചതിന് ശേഷം ഇറക്കിയ പത്രക്കുറിപ്പല്ല. മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നിക്കൽ 2018 15 ശേഷം 15 16 ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ പത്രമായത്. ഈ പത്രത്തിൽ അന്ന് അവർ ആളുള്ള പാനൂർ മേഖലയിലുള്ള സുന്നി സംഘടനാ നേതാക്കന്മാർ കൊടുത്ത റിപ്പോർട്ടാണ് ഇത് നിങ്ങൾ കാണുന്നത്. ഇനി മറ്റൊന്ന്, എൻ്റെ കാഴ്ചപ്പാടിൽ ഇദ്ദേഹത്തെ ശിക്ഷിക്കണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതെന്നാ കാരണം? ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമത്തിന് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പരസ്യം കൊടുക്കുക എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനെക്കാട്ടിയും വലിയ മോശപ്പെട്ട പരിപാടി ഒന്നും കൊണ്ടാ ആ പത്രം വാങ്ങാനോ ആ പത്രം വായിക്കാനോ പാടില്ല എന്ന് പറയുന്നവരാണ് നമ്മൾ അല്ലേ? സുന്നി വിശ്വാസികൾ ആ പത്രം വായിക്കർ, ആ പത്രത്തിൽ കുത്തിത്തിരിപ്പ് മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയ ഓരോ വിഷയങ്ങളും സുന്നി നേതാക്കന്മാർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് വളച്ചൊടിക്കാണ്ട്, അതിനെക്കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു കുത്തിത്തിരിപ്പില്ലാണ്ട് ഇവർ മാധ്യമം പത്രം കൊടുക്കലുണ്ട്. അവർക്ക് കൊണ്ടുപോയിട്ടാണ് ഈ സ്ഥാപനത്തിന്റെ ഇസ്ലാമികപരമായ സുന്നി വിശ്വാസം എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പരസ്യം കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. ഇദ്ദേഹത്തെ ശിക്ഷിച്ചാൽ മതിയാ? എന്റെ കാഴ്ചപ്പാടിൽ ഈ കീഴ്ക്കോടതി ശിക്ഷിച്ച ശിക്ഷ ഹൈക്കോടതിയിൽ എത്തിയിട്ടാകുമ്പോൾ അത് ശരിവെക്കണമെന്നുള്ള അഭിപ്രായക്കാരനാ. ഇനിയിപ്പോൾ ആടുന്നും ശരിവെച്ചാൽ സുപ്രീം കോടതിയിലേക്ക് പോകുക, ആടുന്നും ശരിവെക്കണമെന്നാണ്. ഇദ്ദേഹത്തെ പോലെയുള്ളവരെ ശിക്ഷിക്കണം. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ വളർത്താൻ വേണ്ടിയിട്ട് അവരെ മാധ്യമത്തിന് പരസ്യം കൊടുക്കുക. പരസ്യം കൊടുത്തിട്ടില്ലെങ്കിൽ എന്നാ പരസ്യം എന്തിനാ കൊടുക്കുന്നത്? മറ്റുള്ളവർ കണ്ടിട്ട് അടുത്ത സ്ഥാപനത്തിലേക്ക് വരാനല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിങ്ങളെ സ്ഥാപനത്തിൽ വന്നിട്ട് പഠിക്കുക. സുന്നികൾ വാങ്ങലുണ്ട്, ഈ പത്രം വായിക്കലുണ്ട്. അത് തെറ്റിദ്ധാരണന്റെ പുറത്ത് ആദ്യ കാലങ്ങളിലും വാങ്ങലുണ്ട്. ഇപ്പം വാങ്ങലില്ലല്ലോ. ഇപ്പൊ സുപ്രഭാതവും സിറാജും ശക്തമായി മുന്നേറുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിന്റെ മാധ്യമത്തിന്റെ അവസ്ഥയിൽ വിശദീകരിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ തന്നെ ആ മാധ്യമത്തിന്റെ അവസ്ഥ വിശദീകരിക്കുന്നുണ്ട്. അതെടുത്തിട്ട് ഞാനൊരു വീഡിയോ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം സംഘടനയായിട്ട് എന്നാൽ ചോദിക്കും, നീ ആരാണ് സംഘടന ഇത് കാര്യം പറയാൻ? ഞാൻ ആ പത്രക്കട്ടിങ് മുമ്പ് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ അനക്കാ സംഘടനയായിട്ടോ അവരുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാന്ന് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിച്ച് എന്നേ ഉള്ളൂ. ആരും മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഏതെങ്കിലും വിഭാഗത്തിന്റെ ആലയെ കൊണ്ടുപോയി കെട്ടിയിട്ട് ഓരോരുത്തരാ എന്നിട്ട് എന്ത് ചെയ്യുക, മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് ആ സമൂഹം മൊത്തം മോശക്കാരാണെന്ന് വരുത്തി തീർക്കുക. അത് പറ്റൂലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്.